ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞു. നൂറയും സാബുമാനുമാണ് ജയിലിലേക്ക് പോകുന്നത്. വലിയ നിർബന്ധമൊന്നുമില്ല, ബിഗ് ബോസിൻ്റെ ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാം, താല്പര്യമുണ്ടെങ്കിൽ പോകുക, താല്പര്യമില്ലെങ്കിൽ പോകണ്ട എന്നുള്ള മട്ടിലാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സാബുമാനും നൂറയാണ് ജയിലിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എനിക്ക് വൻ കോമഡി ആയിട്ട് തോന്നിയത്, കോമഡിയല്ല, ഇവിടെ അനീഷിൻ്റെ ഒരു ഒരു ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞു വീണ പോലെ എനിക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അനുവും അതുപോലെ അനീഷും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ അനീഷ് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് അനുവിന് ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയൊന്നും കൊടുക്കാതെ അനു ഇരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെടാതെ അനീഷ് പിന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അനീഷ് അവിടെ നിന്ന് എണ്ണിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെട്ട് ഭയങ്കര ദേഷിച്ച് എണ്ണിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജയിൽ നോമിനേഷൻ നടക്കുന്നത്. അപ്പം ജയിൽ നോമിനേഷനകത്ത് അനീഷ് അനുവിനെ പറയുന്നുണ്ട്. അപ്പോൾ അനുവിനെ പറയുന്നതിൻ്റെ രണ്ട് റീസൺ. ഒന്ന്, ആദിലയും തമ്മിലുള്ള വഴക്കിനകത്ത് അനീഷ് ഇവരെ ഒരുമിപ്പിക്കാനൊക്കെ നോക്കി, കൺവിൻസ് ചെയ്ത് ഒരുമിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷേ അനു അത് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ് ആദിലയും ചെയ്തിട്ടുണ്ട്, അനുവിനെയും രണ്ടുപേരെയും അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ട്. പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിനകത്തുള്ളൊരു ഫൈറ്റ്, ആവശ്യമില്ലാതെ കിച്ചണിനകത്ത് ഫൈറ്റ് ഉണ്ടാക്കി അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയതിന് അനുവിനെ നോമിനേറ്റ് ചെയ്ത്. അപ്പോൾ ഈ കിച്ചണിലെ വിഷയം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക്, ഇങ്ങനെ അല്ലായിരുന്നല്ലോ അനീഷ് അന്ന് പറഞ്ഞത്. അന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്താണല്ലോ അനീഷ് അവിടെ സംസാരിച്ചത്. ബാക്കി എല്ലാ ആൾക്കാരും അനുവിനെ എതിർത്ത് സംസാരിക്കുന്ന സമയത്ത്, അനുവിനെതിരെ അവിടെ എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ എതിർത്ത് സംസാരിക്കുന്ന സമയത്ത് അനീഷ് മാത്രമാണ് അവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ഞാനും വീഡിയോ ഇട്ടിട്ടുള്ളത്. എല്ലാ ആൾക്കാരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അനീഷ് അനുവിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചെന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് അനീഷ് അത് റൂട്ട് മാറ്റി പിടിച്ച്, അപ്പം അനുവിൻ്റെ അടുത്തുള്ളൊരു വ്യക്തിപരാഗ്യം തീർത്ത് അല്ലി എന്നെനിക്ക് തോന്നിപ്പോയി. അതൊരു ചീപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം അനീഷിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് അവിടെ പൊളിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അനീഷ്. കാരണം അനീഷിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അനീഷിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവസാനം കൊണ്ടിട്ട് കല ഉടച്ച ഒരു മട്ടാണ് അനീഷ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആവശ്യമില്ലാത്ത രീതിയിലാണ് അനു അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ് അനീഷ് അവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച കാര്യം എന്താണ്, ഇവിടെ അനുവിൻ്റെ ഭാഗത്താണ് ന്യായം. അനു ആവശ്യത്തിലധികം എല്ലാവർക്കും കറി വിളമ്പി കൊടുത്തിട്ടുണ്ട്, ബാക്കി വന്ന കറി പിന്നത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാണ് അനീഷ് അവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്തത് അല്ലേ. അല്ലേ തന്നെ ആവശ്യമില്ലാതെ അനു പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അവിടെ അനു ആണോ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പം ഈ ന്യായത്തിൻ്റെ പക്ഷം നിൽക്കുന്ന അനീഷ് അതൊന്നും കണ്ടില്ലേ. അവിടെ അനു ആവശ്യത്തിലധികം കറി കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള സാബുമാനും അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആവശ്യത്തിലധികം കറി കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ചോറിന് വേണ്ടിയിട്ട് കുറച്ച് കറി മാറ്റി വെച്ചതിന് മറ്റുള്ളവരല്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ അനു അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഒരു വിഷയത്തിൽ ന്യായം അനുവിൻ്റെ ഭാഗത്തല്ലേ. പിന്നെയെന്ന് പറയാൻ അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാര്യത്തിൽ തന്നെ ഈ ഒരു മൊത്തത്തിലുള്ളൊരു വിഷയം സംബന്ധിച്ചാണ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അനു കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വെസൽ ടീമിലെ പാത്രങ്ങളെല്ലാം അന്ന് ആ ഉച്ചയ്ക്ക് കുക്ക് ചെയ്തതിൻ്റെ പാത്രങ്ങളെല്ലാം അനുവിനെ കൊണ്ട് കഴിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും അനീഷ് സപ്പോർട്ട് ചെയ്തു. കാരണം അത് മോശമാണ്. കാരണം അനു ഇത്രയും നേരം അവിടെ ജോലി ചെയ്തതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം വീണ്ടും അവിടുത്തെ ജോലി ഈ പറഞ്ഞിട്ട് പാത്രം കഴുകാൻ ഏൽപ്പിക്കുന്ന അതൊരു ന്യായമല്ല. വൈകിട്ട് കഴുകാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ന്യായം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ ഒരു കാര്യത്തിലും അനീഷ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനുവിനെ. അപ്പം ഇന്ന് ഇതെല്ലാം നേരെ തിരിച്ചു പറഞ്ഞേക്കുവാണ് അനീഷ്. അതാണ് ഞാൻ പറഞ്ഞത്, അനീഷിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് അവിടെ പൊളിഞ്ഞത്. പുള്ളിക്കാരൻ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഈ ഒരു വിഷയം ഈ ഒരു നോമിനേഷൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വൈരാഗ്യം കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അനു ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ദേഷ്യം കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അനീഷ് ഇത്രയ്ക്കും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കാണിച്ചത്. കാരണം ഇത്രയും പക്വതയും ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാൾ, ഇത്രയും കാര്യത്തിൽ അറിവും കാര്യങ്ങളും, അതുമാത്രമല്ല വിവാഹത്തെ പറ്റിയിട്ടൊക്കെ നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ് അനീഷ്. ആ ഒരു വ്യക്തി ഒരു വിവാഹം കഴിക്കാത്ത ഒരാളെടുത്ത് ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ഇത് അനീഷിൻ്റെ ഗെയിം അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ആദ്യം വിചാരിച്ചത് ഗെയിമാണ്. പക്ഷേ ഒരു നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതൊരു ഗെയിമല്ല, അനീഷ് സീരിയസ് ആയിട്ട് അവിടെ ചോദിച്ച കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു ദേഷ്യമാണ് അനീഷ് അവിടെ കാണിച്ചത് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഗെയിമാണെങ്കിൽ അനീഷ് ഒരു കാരണം വെച്ചാലും
ഈ ഒരു വിഷയം എടുത്തിട്ടിട്ട് അനുവിനെ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുക്കുക അനീഷ് ഇത്രയ്ക്കും പക്വതയുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ, അതല്ല ഈ ഒരു കല്യാണക്കാര്യം സംസാരിക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരെ അനുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷുമായിട്ടുള്ളൊരു കല്യാണത്തിന് അനു സമ്മതിക്കത്തില്ല. പിന്നെ ഈ അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അനുവാണ് പ്രലോഭിപ്പിച്ചത്, അനുവാണ് ഇഷ്ടം കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എല്ലാ ആൾക്കാരത്തും ഒരുപോലെയാണ് നിൽക്കുന്നത്, അല്ലാതെ അനീഷിനോട് മാത്രം അങ്ങനെ പ്രത്യേക ഒരു ഇഷ്ടം കാണിച്ചൊന്നുമില്ല. പിന്നെ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരാൾ, ഒരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി അനീഷാണ്. അപ്പം കുറച്ചുകൂടെ ഒരു കൂടുതൽ സ്നേഹം അനീഷിനോട് കാണിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം ലൈവ് കണ്ട സമയത്തൊക്കെ. അതുപോലെ അനീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ഇതും പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് അനുവിന് കിട്ടുന്നുണ്ട്. എന്ത് കാര്യവും എന്ത് പ്രശ്നങ്ങളും സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാനായിക്കോട്ടെ. അത് ഒരു ലിസണറും കൂടെയാണ് അനീഷ്, കേൾക്കുന്നുണ്ട്, ലിസണറാണ് കേട്ടോ. എന്ത് കാര്യവും അനുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നൊരു വ്യക്തിയാണ് അനീഷ്. അപ്പം അനീഷിൻ്റെ ഗെയിമൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൊണ്ടിട്ട് അനീഷ് കളഞ്ഞു പൊളിച്ചെന്നാണെങ്കിൽ പറയാം. കാരണം മറ്റേത് ഇതിപ്പം അനുവിന് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിടുക. പിന്നെ ആ ഒരു ഗെയിം കഴിഞ്ഞിട്ട് ഈ ഒരു ഷോ തീർന്നു കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഇവർക്ക് വീണ്ടും അനീഷിന് വേണമെങ്കിൽ വീണ്ടും സംസാരിക്കാം. അതല്ല അനുവിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് അത് തീരുന്നതിന് മുമ്പേ അത് കേൾക്കാൻ കൂട്ടാക്കാതെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കേൾക്കണ്ട, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ദേഷ്യപ്പെട്ട് പോകുന്നൊരു അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അനീഷിന് നല്ലൊരു പക്വതയുള്ള ഒരാളായിട്ടാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരു മോശമായിപ്പോയി. എന്നിട്ടും അതിൻ്റെ വൈരാഗ്യം തീർക്കാനെ കൊണ്ട് ജയിലിനകത്ത് കൊണ്ടുപോയി നോമിനേറ്റ് ചെയ്യുന്നു. അതൊക്കെ എന്തുവാടെ ഇതൊക്കെ? അനീഷ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചണിലെ വഴക്കും കാര്യങ്ങളും അന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്ത അനീഷ് ഈ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് തിരിച്ച് നോമിനേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്തുവാണ്? ഇത്രയും നല്ലപോലെ കളിച്ച് വന്നിട്ട് അവസാനം കൊണ്ടിട്ട് അനീഷ് ഒരു കലമുടയ്ക്കുന്നൊരു ഇതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് നോക്കിയാണ് ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അനീഷുമായിട്ടുള്ളൊരു റിലേഷൻ, ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നമ്മളെ ഷിയാസ് കരീമ വന്ന സമയത്തും അനീഷ് അനുവിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? എനിക്കൊരു പെങ്ങള് കുട്ടിയെ പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അന്ന് പെങ്ങള് കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അനീഷ്. അനീഷ് ഇന്ന് അനുവിനെ വിവാഹം കഴിക്കട്ടെ. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്, ഇഷ്ടം തോന്നിയേക്കാം. അവിടെ ഇപ്പം അനുവിൻ്റെ ഒരു ക്വാളിറ്റിയും അനുവിൻ്റെ അനുവിനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെൺകുട്ടിയാണ് അനു. സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നുന്നതിൽ കുഴപ്പമില്ല. അനീഷിന് ഇഷ്ടം തോന്നിയെങ്കിൽ അത് തെറ്റല്ല, അത് അനുവിൻ്റെ അടുത്ത്. പക്ഷെ അത് ചോദിക്കേണ്ട ഒരു സമയമുണ്ട്. കാരണം ഇനി 9 ദിവസവും കൂടെ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കുക. അങ്ങനെയുണ്ട്. ഇത്രയും പക്വതയായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന, ഇത്രയും അറിവുള്ള ഒരാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മറുപടി കിട്ടിയില്ലാത്തതുകൊണ്ട് അതിന് പിന്നെ അനു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് 2 കൊല്ലം കഴിഞ്ഞ് മതി വിവാഹം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ജയിൽ നോമിനേറ്റും കൂടെ ചെയ്യുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിനകത്ത് അനീഷ് കുറച്ചുകൂടെ ഒരു പക്വത കാണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.